ഇപ്പോൾ മിഡ് വീക്ക് എലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അറിയണം എനിക്കറിയാം, എന്നാലും ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ ഇൻസ്റ്റേക്ക് ഗോത്രൂ ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുണ്ട്, ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ അവർക്ക് ഫൈനൽ ഫൈവിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കും ഞാൻ ഓർക്കണം 16 ലക്ഷം നമുക്ക് കൊടുത്താൽ കുറെ ആൾക്കാർക്ക് ആഹാരം കിട്ടും, അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ എവിക്റ്റ് ആയതിനു ശേഷം ആദില ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആദില നൂറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വോട്ട് പിടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് എവിക്റ്റ് ആയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായെന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അവിടുത്തെ ഒരു ഗെയിം ഇത്രയും ദിവസത്തെ ഒരു ബിഗ് ബോസ് എപ്പിസോഡ് അല്ലെങ്കിൽ ബിഗ് ബോസ് ലൈവ് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആദിലെ സത്യം പറഞ്ഞാൽ ആദിലേക്ക് അവിടെ കളിച്ചത് ചീപ്പ് ഗെയിമാണ്, വെറും ചീപ്പ് ഗെയിം. അപ്പം ചിലപ്പോൾ പുറത്ത് ബിഗ് ബോസിന് പുറത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും, പക്ഷേ ബിഗ് ബോസിന് അകത്ത ഗെയിം വളരെ ചീപ്പായിരുന്നു. എനിക്ക് ഒട്ടും പെടാത്ത ഒരു ഗെയിം ആദിലയുടെ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരൊക്കെ പിന്നെയും കുഴപ്പമില്ലാതെ ഗെയിം കളിച്ചു അല്ലേ. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഉണ്ടാക്കി ആദിലയും നൂറയും ഈ ഷാനവാസിൻ്റെ കൂടെ ആയാലും അതുപോലെ നൂറയുടെ കൂടെ അനുവിൻ്റെ കൂടെ ആയാലും ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു കൂട്ടുണ്ടാക്കി ഇത്രയും ദിവസം നിന്നയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇവരുമായിട്ടൊരു ഇവരെ പറ്റിയിട്ടുള്ളൊരു പ്രത്യേകിച്ച് കോണ്ടന്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം സത്യം പറഞ്ഞ ഒരു കഴിവ് ഇല്ലാതെയാണ് അവിടെ നിന്നിട്ടുള്ളത് ബിഗ് ബോസ് വീട്ടിൽ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷം നൂറാക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കണ്ടുപോകാം. ഹായ്, ആദിലയാണ്. ഞാനിപ്പോൾ മിഡ് വീക്ക് എലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അറിയണം എനിക്കറിയാം, എന്നാലും ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ ഇൻസ്റ്റേക്ക് ഗോത്രൂ ചെയ്യുമ്പോൾ കുറെ പിന്നെ DM ഒക്കെ കണ്ടു, അതുപോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളും എഡിറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ആക്സെപ്റ്റൻസും ഈ സ്നേഹവും എന്താ പറയാ ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു, ബട്ട് കിട്ടി നിങ്ങളുടെ അടുത്തുനിന്ന്. ഐ എം സോ ഗ്ലാഡ്, ഐ എം സോ ഹാപ്പി. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നൂറ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുണ്ട്, ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ അവർക്ക് ഫൈനൽ ഫൈവിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കും അറിയാം നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ ഫൈവിൽ എത്തണമെന്ന്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നൂറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് മാക്സിമം വോട്ട് ചെയ്യുക. കാരണം 5 പേരെ പോകത്തുള്ളൂ, ഇനി 6 പേര് ഹൗസിൽ ബാക്കിയുണ്ട്. സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യുക. നമുക്കപ്പോൾ നൂറിനെ ഫൈനൽ ഫൈവില് 1 ഓഫ് ദി 5 മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് കാണണ്ടേ. ഓക്കെ, നൂറാക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അതിൽ എനിക്കൊന്ന് എവിക്റ്റായി ഉടനെ മൊബൈൽ എടുത്തുകൊണ്ട് വന്നേന്ന് തോന്നുന്നു. കാരണം എത്രയും പെട്ടെന്ന് നൂറായി ജയിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ ഗുണം ചെയ്യുന്നത് ആദിലെ എവിക്റ്റായെങ്കിലും ഗുണം ചെയ്യുന്നത് അവർക്ക് തന്നെയാണ്. കാരണം ആദിലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വോട്ടും കൂടെ നൂറയ്ക്ക് പോകും അല്ലേ. ഇവിടെ ആദിലേയും കൂടെ അവിടെ എവിക്റ്റ് ആവാതെ നിന്നായിരുന്നെങ്കിൽ രണ്ടുപേരെയും വോട്ട് സ്പ്ലിറ്റ് ആയിട്ടല്ലേ പോകും. ഇവിടെ പക്ഷേ ഗുണമുണ്ട് കേട്ടോ, കുറച്ചുകൂടെ വോട്ട് ഇവർക്ക് കയറും. ചിലപ്പം ഇപ്പം നെവിനെക്കാളും ചിലപ്പം നെവിൻ ചിലപ്പോൾ മുമ്പേ എവിക്റ്റായി വരാം. ഇവർ ഇപ്പം ആദിലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പം ആ നൂറയ്ക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് വോട്ട് അടിച്ച് കയറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നെവിൻ പിന്നിലോട്ട് വരും, അതുപോലെ അക്ബർ പിന്നിലോട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ 3-ാം സ്ഥാനമൊക്കെ ചിലപ്പോൾ നൂറ കരസ്ഥമാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിലെ എവിക്റ്റ് ആയതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒരുപാട് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് അനുവിനെ പറ്റിയിട്ട്. അപ്പം അനു കാരണമാണ് ആദിലെ എവിക്റ്റ് ആവാൻ കാരണം, അല്ലെങ്കിൽ ആദിൽ എപ്പോഴും അവിടെ നിൽക്കേണ്ട കണ്ടസ്റ്റൻസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്, കണ്ടസ്റ്റൻ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആദിലേക്ക് മുമ്പേ എവിക്റ്റായി വരാനുള്ള ആൾക്കാരായിരുന്നല്ലേ അവിടെ നിൽക്കാൻ അർഹതപ്പെട്ട ആൾക്കാർ. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇപ്പോഴും ഈ ആര്യനൊക്കെ എന്തോ ടോപ്പ് 5 കയറാൻ ഡിസർവിങ് ആയിട്ടുള്ള ആളല്ലേ. അപ്പം ഒരു അർഹതയില്ലാത്ത ആൾക്കാരാണ് ഇപ്പം ടോപ്പ് 5 എത്തി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിലേക്ക് മുമ്പേ എവിക്റ്റായി വരേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ കുറേ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. കാരണം അനുവുമായിട്ട് ബന്ധപ്പെട്ട് അനു കാരണമാണ് ഇതോടെ ആദില എവിക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ആദില എവിക്റ്റായതിന് ശേഷം അനുവിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. ആദിലെ പറ്റിയിട്ടാണ് സ്റ്റോറി വന്നിട്ടുള്ളത്, അത് ഞാനിവിടെ വായിക്കാം. ആദില, നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി. അനുമോളെ നിങ്ങൾ മനസ്സിലാക്കാതെയാണ് അവിടെ നിന്ന് പടിയിറങ്ങിയത്. ശരിയാണ്, ഒട്ടും മനസ്സിലാക്കാതെയാണ് അവിടെ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റീഎൻട്രി വന്ന സമയത്ത് ശൈത്യയൊക്കെ പറഞ്ഞു കൊടുത്തതൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് അത്രയും മോശമായിട്ടാണ് അനുവിനെ ഈ ആദിലയും നൂറയും കണ്ടത് അല്ലേ. അവിടെ പഴയ വിഷയങ്ങളൊക്കെ കൊണ്ടിട്ട് ഭയങ്കര പ്രശ്നമാക്കി.
അപ്പം ഒരു സത്യം പറഞ്ഞ ഒരു ഇത് വേറൊരു കാര്യം, ഒരു ഫ്രണ്ട്ഷിപ്പാ വണ്ണം കട്ട എന്തൊക്കെ പറയുന്നാലും ഇനിയിപ്പോൾ ആരാണെങ്കിലും ആദിലായിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, അനു ആയിക്കോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഇൻഡ് ഓഫ് ദി ഡേ ഒരു ഗെയിമാണ് ഇത്. ഒരാളെ വിന്നറാവും. എല്ലാവരും കപ്പിന് വേണ്ടിയിട്ടും 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു നാടകമാണ് അവരെ എല്ലാ ആൾക്കാരുടെ ഇടയിൽ ഇതിനകത്തുള്ളത്. ഇപ്പം ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഞാൻ ഈ കപ്പെടുത്ത് നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കപ്പെടുത്തോ എന്ന് പറഞ്ഞ് ഈ കപ്പെടുത്ത് കൊടുക്കുമോ, കിട്ടുന്ന 50 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുമോ? ഇല്ല. അപ്പം ഇതൊരു ഗെയിമാണ്, അത് വേറെ കാര്യം. എല്ലാവരും ഒരു സ്ട്രാറ്റജി പിടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ബാക്കി വായിക്കാം. നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒരു വ്യക്തിയല്ല അനുമോൾ. അവൾ ജെനുവിനാണ്, പ്യുവറാണ്. നിങ്ങൾക്ക് അനുമോളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സാരമില്ല, പക്ഷേ മനസ്സിലാക്കാതെ പോകരുത്. കാലം അത് തെളിയിച്ചു തരും. അനുമോൾ നല്ല വ്യക്തിയാണെന്ന്. അവസാനം ഒരു സത്യം കൂടി, നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഞങ്ങളുടെ അനുമോൾക്കും പരാജയം സംഭവിച്ചു. അതുകൊണ്ട് സത്യം തിരിച്ചറിയോ. സ്നേഹം കപടമായിരുന്നില്ല. അനുമോൾ എന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള സത്യം കാലം തെളിയിക്കും. അപ്പം അനുമോളുടെ ഒഫീഷ്യൽ പേജിനകത്ത് ഇട്ടേക്കുന്നത് അനുമോൾ ഔറ. ഓക്കെ, ഒരു ഒഫീഷ്യൽ പേജ് ഷെയർ ചെയ്തേക്കുന്നതാണ്. ഒരു ഫാമിലി ഇട്ടേക്കുന്നത് എന്താണെന്ന് തോന്നുന്നു കേട്ടോ, ഫാമിലി. അപ്പം ഇവിടെ അനുമോക്കും തെറ്റ് പറ്റിയെന്നാണ് പറയുന്നത്. അനുമോക്കും തെറ്റ് പറ്റിയിട്ടുണ്ട് നല്ലൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതിൽ. അപ്പം കാരണം ഈ അനുവിൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ നമ്മൾ ലൈവിനകത്ത് ഒരു എപ്പിസോഡിനകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല ഈ രണ്ട് വ്യക്തികളെ പറ്റിയിട്ട് അവിടെ എവിടെയും പോയിരുന്നു മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട്, ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആയിട്ട് നിമിഷ നേരം കൊണ്ടാണ് ഇല്ല സ്വിച്ച് ഇട്ടോലെയാണ് ഇവർ തിരിയുന്നത് അല്ലേ. അതാണ് ഇവർക്ക് പറ്റിയ തെറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റോറി കൂടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ വായിക്കാം. അനുമോളെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് പുറത്തായി എന്നൊക്കെയുള്ള സംസാരം കേട്ടു. ആദിലയുടെ പങ്കാളി നൂറ തന്നെ അനുമോളെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ് എവിക്റ്റ് ആയതെന്ന് പറഞ്ഞതായി ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ അതല്ല യാഥാർത്ഥ സത്യം. മോളെ, യാഥാർത്ഥ്യം ഇതാണ്. നൂറ ഫൈനൽ 5-ൽ എത്താൻ വേണ്ടി ആദിലയുടെയും നൂറയുടെയും ആരാധകർ തന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് നൂറയ്ക്ക് വോട്ട് ചെയ്തതാണ് എവിക്ഷന് പ്രധാന കാരണം. ഈ സാഹചര്യം ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇത് മനസ്സിലാക്കുക. എല്ലാത്തിനും അനുമോളെ കുറ്റപ്പെടുത്തല്ലേ. ഇതൊരു അപേക്ഷയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലുള്ള ദേഷ്യമാണ്. പുറത്തുനിന്ന് വന്നവരുടെ ഒരൊറ്റ ലക്ഷ്യം അനുമോളെ നെഗറ്റീവ് ആക്കണമെന്നും നിങ്ങളുടെ സൗഹൃദം തകർക്കണമെന്നും മാത്രമായിരുന്നു. നിങ്ങൾ അതിന് നിന്നുകൊടുത്തു. ശരിയാണ്, പുറത്തുനിന്ന് വന്ന ശൈത്യ, ബിൻസി, അപ്പാനി ഇവരൊക്കെ നല്ല പ്ലാൻ ചെയ്തിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് തകർക്കുക, അതിൻ്റെ ഇടയിലേക്ക് ഡിഗ്രേഡ് ചെയ്യുക. അതല്ലേ ഈ ശൈത്യമൊക്കെ പോയിടം തൊട്ട് ഈ ആദില നൂറയുടെ കൂടെയാണ് ഇവർ നടന്നുകൊണ്ടിരുന്നത് അല്ലേ. കുത്തി ഓരോ വിഷങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പ്രശ്നമാക്കിയത് തന്നെ ശൈത്യമാണ്. അപ്പം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റോറിക്കകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലെ അവരെ ഫാൻസുകാർ തന്നെയാണ് ഔട്ടാക്കിയത്. കാരണം നൂറയ്ക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അതും ശരിയാണ്. കാരണം ഇവർ രണ്ടും നിൽക്കുമ്പോഴത്തേക്ക് രണ്ടുപേരെയും വോട്ട് സ്പ്ലിറ്റായി പോകും. അപ്പോൾ രണ്ടുപേർക്ക് വോട്ട് നല്ല രീതിയിൽ കുറയും. എനിക്ക് തോന്നുന്നു ഒരു 4-ൽ പോലും ടോപ്പ് 4-ൽ പോലും ഇവർ എത്തത്തില്ല. ടോപ്പ് 5-ൽ ഈ പറഞ്ഞിട്ടുള്ള 5-ൽ തന്നെ ഇവരങ്ങ് പോകും. അപ്പം അവരുടെ ഫാൻസുകാർ, അവർക്ക് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ തന്നെ വിചാരിച്ച് കാണും ഇനിയിപ്പം നൂറയ്ക്ക് വോട്ട് കൊടുക്കാം, കാരണം ആദില മാറട്ടെ. ആദില മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് രണ്ടുപേരും കൂടെ വോട്ട് സ്പ്ലിറ്റായി പോയി എങ്ങും എത്തത്തില്ലെന്ന് ആൾക്കാർക്ക് അറിയാം. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അവരെ വോട്ട് ചെയ്യാതെ ആദിലെ പുറത്താക്കി വിട്ടത്, നൂറയ്ക്ക് വോട്ട് കയറ്റി കൊടുത്തത്. അപ്പം ഇത് അനുമോളെ ഫാൻസ് അല്ലെങ്കിൽ അനുമോളെ ആർമിക്കാരാണ്, അനുമോളെ PR-കാരാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. പിന്നെ ഇനി 16 ലക്ഷത്തിൻ്റെ PR, ഞാനിപ്പോഴാണ് ജിസേലിൻ്റെ ആ ഒരു വീഡിയോ കാണുന്നത്. 16 ലക്ഷം രൂപ കൊടുത്തെന്ന് അനുമോൾ ജിസേലിൻ്റെ അടുത്തും പറഞ്ഞെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ വീട്ടിൽ ആരെടുത്തും പറയാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് അനീഷിൻ്റെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ. ഇനി അനീഷ് വെളിയിൽ ഇറങ്ങിയിട്ട് ഇനി ഇത് പറയുന്നോന്ന് അറിയത്തില്ല. ഇനി ഇൻ കേസ് അനീഷ് ഇനി വിന്നർ ആയില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയും അനുമോൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് 16 ലക്ഷം രൂപ, എനിക്കും എന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം പറയുമോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അനീഷ് മാത്രമേ ഉള്ളൂ പറയാൻ, ബാക്കി എല്ലാ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതല്ല വിചാരിക്കുന്നത്, ഇത്രയും ആൾക്കാരത്ത് പറഞ്ഞിട്ട് പോലും ഇത് ബോസ് അണ്ണൻ്റെ ക്യാമറയിൽ ഇത് കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് 72 ക്യാമറയും 300 ജോലിക്കാരും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെടുത്ത് പുറപ്പിനടിയിലായിക്കോട്ടെ, അവിടെ ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, ഇത്രയും ആൾക്കാരെടുത്ത് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് കാണിച്ചൂടെ ബോസ് അണ്ണാ നിങ്ങളൊന്നുമേ? എന്തൊരു മര്യാദകേടാണ്. നല്ലൊരു കോണ്ടന്റ് കിട്ടിയിട്ട് നിങ്ങൾ മിസ് ചെയ്തില്ലേ?
എന്തായാലും നമ്മളെ ജിസയിൽ പറയുന്ന 16 ലക്ഷം രൂപ ജിസേലിൻ്റെ അടുത്തും പറഞ്ഞതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതും കൂടെ കേട്ട് നോക്കാം. അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ട്, ഞാൻ 16 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ അകത്തായിരുന്നപ്പോൾ കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കണ 16 ലക്ഷം നമുക്ക് കൊടുത്താൽ കുറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും, അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസ്സിങ് കിട്ടത്തില്ല. വെറുതെ എന്തിനാ ഇത്രയോ കാശ് പി ആർ തന്ന് അടക്കണം? വെറുതെ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ? അതാണ് എൻ്റെ വിചാരം. ഞാനാണെങ്കിൽ ഇത്ര കാശ് പി ആറിന് കൊടുക്കത്തില്ല, അത് ഫോർ ഷുവറാണ്. എന്തായാലും ഇറങ്ങി കഴിഞ്ഞിട്ട് ജിസേലുമായിട്ട് എന്തൊക്കെയോ മീറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജിസേൽ കേരളത്തിൽ വന്നായിരുന്നല്ലോ. അപ്പം എല്ലാം കൂടെ ഗ്രൂപ്പ് ചേർന്നിട്ടുള്ളൊരു അറ്റാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. 16 ലക്ഷത്തിൻ്റെ കാര്യം നമ്മളാരും ഇവിടെയും കണ്ടിട്ടേ ഇല്ല. പിന്നെ പി ആർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. 16 ലക്ഷം ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല. ഇവരുടെ അടുത്തല്ല. ഇനി ശരി, ഇവർ പറയുന്നത് ഇവരുടെ അടുത്തെല്ലാം പുതപ്പിൻ്റെ അടിയിൽ കയറിയിരുന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നെങ്കിൽ ഒരു കട്ടിലിൽ തന്നെ എല്ലാവരും കൂടെ പുതപ്പിൻ്റെ അടിയിൽ കയറിയിരിക്കണ്ടേ? നമ്മളാരും ലൈവിനകത്ത് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ജിസേലിൻ്റെ പുതപ്പിൻ്റെ അടിയിൽ അനു കയറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ജിസേലിൻ്റെ പുതപ്പിൻ്റെ അടി ഏത് സമയം ആരിനാണ് കയറി കിടന്നത്. അപ്പോൾ അവിടെ ഈ അനു കയറി കിടന്നെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ജിസേൽ പറയുന്ന ഈ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വായിച്ചു നോക്കണം. കമൻറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഇവിടെ ജിസേൽ പറയുന്ന 16 ലക്ഷം രൂപ കൊടുത്ത് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അത് ഈ പറഞ്ഞിട്ടുള്ള അനാഥാലയത്തിലെ പിള്ളേർക്കോ പാവപ്പെട്ട പിള്ളേർക്കോ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 16 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കപ്പിന് വേണ്ടിയിട്ട് 16 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ നല്ലത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടുമെന്നാണ് ജിസേൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ അങ്ങനെയാണെന്നെങ്കിൽ നീ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ആ പൈസ നീ പാവങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ, അതിൻ്റെ പുണ്യം നിനക്ക് കിട്ടിയതിനാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് ഡിഗ്രേഡിന് അങ്ങോട്ട് ഇറങ്ങിയേക്കുക. പിന്നെ ജിസേലിനൊക്കെ ഓൾറെഡി ദേഷ്യമുണ്ട്. മറ്റേ ആരിൻ്റെയും ജിസേലിൻ്റെ പുതപ്പിനടിയിലെ സംഭവമൊക്കെ അനു പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യം ഓൾറെഡി വൈരാഗ്യം ദേഷ്യവും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പം സി